പേജ് നമ്പർ 187 തേർഡ് ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോണത്. 187 1 to 5 ക്വസ്റ്റ്യൻ്റെ വീഡിയോ ഇട്ടു. പക്ഷെ അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. അതെന്തോ എഡിറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. അതൊരു കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാനും അറിയണത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സമഭുജ ത്രികോണം വരച്ച് അതിൻ്റെ 2 വശങ്ങളെ തൊടുന്ന ഒരു അർദ്ധവൃത്തം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വരയ്ക്കുക. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? ഒരു സമഭുജ ത്രികോണം, ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അതിൻ്റെ ഉള്ളിലൊരു സെമി സർക്കിൾ ഉണ്ട്. ഇതൊരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തമാണോ എന്ന് ചോദിച്ചാൽ അർദ്ധവൃത്തം അല്ല, വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ഹാഫ് സർക്കിൾ അല്ല. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ഇതെടുത്ത് കഴിഞ്ഞാൽ അത് വൃത്തത്തിൻ്റെ റേഡിയസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്കതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് സമഭുജ ത്രികോണം വരയ്ക്കാം, അഥവാ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ അതിന് നമുക്ക് സൈഡൊന്നും ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സൈഡ് എടുത്തിട്ട് വരയ്ക്കാം. അപ്പോൾ വരയ്ക്കാനായിട്ട് ആദ്യം തന്നെ ഇപ്പം ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ ഉള്ള സൈഡ് 8 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ട്രയാങ്കിളാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ലൈൻ 8 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. അതിന് ശേഷം എന്ത് ചെയ്യണം? നമുക്ക് 3 സൈഡ് തന്നതിന് ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചതാണ്. എന്ത് ചെയ്യണം? നമ്മൾ ബാക്കി 2 സൈഡിനും കോമ്പസിൽ മെഷർമെൻറ്റ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 2 സൈഡും എന്ത് തന്നെയാണ്? 8 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഈക്വിലാറ്ററൽ ആയതുകൊണ്ട് സമഭുജ ത്രികോണത്തിൻ്റെ 3 വശങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ട് ഇതും 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 8 സെൻറ്റിമീറ്ററിൽ കറക്റ്റ് കോമ്പസിൽ ആർക്ക് എടുക്കുക. വരച്ചു. ഇനി ഈ സൈഡിൽ നിന്നും ആർക്ക് വരച്ചു. ഇനി ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യണ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 അറ്റത്തേക്കും ലൈൻ വരയ്ക്കാം. അങ്ങനെ 8 സെൻറ്റിമീറ്ററിൻ്റെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തുക. അതായത് ഈ വശത്തിൻ്റെ മധ്യബിന്ദു അടയാളപ്പെടുത്തുക. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എടുത്തായിരുന്ന മധ്യബിന്ദു എവിടെയായിരിക്കും? 4 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ ഇവിടെ മധ്യബിന്ദു അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇൻസർക്കിളാണ്, അന്തർവൃത്തം. അന്തർവൃത്തത്തിൻ്റെ ആരം നമുക്കറിയില്ല, അതാണ് പ്രശ്നം. അന്തർവൃത്തം വരയ്ക്കണം, പക്ഷേ ആരം എന്തെടുക്കണം എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഇവിടെ നിന്ന് മധ്യബിന്ദുവിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ ദൂരം എടുത്താൽ ശരിയാവില്ലേ എന്ന്. ശരിയാവില്ല. ഇങ്ങനെ ഒന്ന് വെച്ചിങ്ങനെ നോക്കിയേ. വൃത്തത്തിൻ്റെ കുറേ ഭാഗം പുറത്തു കൂടിയാണ്, ത്രികോണത്തിൻ്റെ പുറത്തു കൂടെ. അപ്പോൾ അത് അന്തർവൃത്തം ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ മധ്യബിന്ദുവിൽ വെച്ചിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. ഈ ആർക്ക് മുട്ടുന്ന ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ വശത്തിൽ ഈ സൈഡിൽ ഈ ആർക്ക് മുട്ടണ ഈ പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും ആർക്ക് വരയ്ക്കുക. ഇനി നമുക്ക് ഈ പോയിൻറ്റും ഈ മിഡ് പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കാം. ഈ ഒരു പോയിൻറ്റും ഈ പോയിൻറ്റും. ഇപ്പം എന്താ വരച്ചത്? ഈ മധ്യബിന്ദുവിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു ഏതെങ്കിലും ഒരു സൈഡിലേക്ക്. ആ സൈഡിൽ ഈ ആർക്ക് വന്ന് മുട്ടണ 2 പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും ആർക്ക് വരച്ചു. ഇനി ഈ പോയിൻറ്റും കൂടി ഇപ്പോൾ നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി ഇതാണ് നമ്മുടെ റേഡിയസ് ആയിട്ട് വരെ. ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു പോയിൻ്റ് വരെ, ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ഭാഗം, ഇതാണ് റേഡിയസ് എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇത് സെൻറ്ററാക്കി വെച്ചിട്ട് ഇത് റേഡിയസ് ആക്കി വെച്ചിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കുക. ഇതാണ് എൻ്റെ ത്രികോണത്തിലൊരു അർദ്ധവൃത്തം വരച്ചിരിക്കുന്നത്.